വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. കളർ ഷോപ്പിംഗ് ചാലഞ്ച്. ഗയ്സ് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കളർ ഷോപ്പിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഗയ്സ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഷോപ്പിംഗ് അല്ല ഇത്. കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യൂന്ന്. അപ്പൊ ആ ഒരു കളർ ഷോപ്പിംഗ് ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റൂല ഗയ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിവിടെ കുറച്ച് കളേഴ്സ് പറയും. അതായത് ഒരു 7 കളേഴ്സ് പറയും. ആ 7 കളേഴ്സിന്റെ ഉള്ളിലുള്ള സാധനങ്ങള് ഓരോരുത്തരും ഇന്ന് ഷോപ്പ് ചെയ്യണം. അതായത് യെല്ലോ എന്നുള്ള കളർ ആണെന്നുണ്ടെങ്കിൽ യെല്ലോയില് ഞാനൊരു സാധനം വാങ്ങണം, ഇവളൊരു സാധനം വാങ്ങണം, ശ്രീ ഒരു സാധനം വാങ്ങണം. അങ്ങനെ ഓരോരോ കളേഴ്സിലും ഓരോരോ സാധനങ്ങൾ വാങ്ങുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. 2 പേര് അല്ലെങ്കിൽ 3 പേര് ഒരേ സാധനം മേടിച്ച് പോയി എന്ന് വിചാരിക്കാം, അതാർക്കും കിട്ടൂല. ഡിസ്ക്വാളിഫൈഡ് ആയി. പിന്നെ ഇതിലെ വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഷോപ്പ് ചെയ്യേണ്ടത് ഒരേ സ്ഥലത്തുനിന്നായതുകൊണ്ട് തന്നെ ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും കണ്ണിന്റെ മുന്നിൽ വരിക. അത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം വാങ്ങാൻ, എന്നാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുള്ളൂ. അതെ, മറ്റേ ആള് ഷോപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തത് എന്താണെന്ന് ആ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിട്ട്. ഇനി തിരിഞ്ഞ എന്റെ പെടലുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് അതാണ്. ഇപ്പൊ നമുക്കുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, ബ്ലൂ, യെല്ലോ, പിങ്ക്, പർപ്പിൾ, വൈറ്റ്, ബ്ലാക്ക്. ഓക്കെ, ഈ 7 കളേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് വയലറ്റും ഒന്ന് വൈറ്റും. ഓക്കെ, ഓൾറെഡി പറഞ്ഞില്ലേ പർപ്പിളിന്റെ വയലറ്റ്. പർപ്പിൾ വേറെ വയലറ്റ് അല്ല, പക്ഷെ കിട്ടൂല അങ്ങനെയൊന്നും. അതാണ് പർപ്പിളും വയലറ്റും ഇത് കിട്ടില്ല. വയലറ്റ് ബ്ലാക്കും വൈറ്റും മതി. അപ്പൊ ബ്ലൂ, റെഡ്, യെല്ലോ, പർപ്പിള്, പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്. ചാലഞ്ച് കഴിയുമ്പോ ഒരുപാട് ഗിഫ്റ്റ്സുകളായിട്ട്. പക്ഷെ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഇതൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ ബഡ്ജറ്റിനുള്ളിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ മൊത്തത്തില് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സല്ലു എത്ര ബഡ്ജറ്റ് അത് പറഞ്ഞോളൂ. ഒരു 4000 1500 രൂപ ബഡ്ജറ്റുള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിലും ബ്ലിങ്കിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് യൂസ് ചെയ്യാം. ഇതിന്ന് മാത്രമേ ഓർഡർ ചെയ്യാം. 2000 ആക്കി തന്നൂടെ? ഇല്ല, 1500 വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1500 ആണ്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും 2000 ആക്കി തരുന്നില്ല. കുറച്ച് നല്ല ഗിഫ്റ്റ്സ് വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ 1500-നുള്ളിൽ 7 സാധനങ്ങൾ, 7 കളറുകളുടെ സാധനം ഇൻസ്റ്റാമാർട്ടിൽ ഞങ്ങൾ വാങ്ങിക്കാൻ പോകാം. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ്. ഇതില് ബ്ലൂ, റെഡ്, യെല്ലോ, പേർപ്പിൾ, പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാൻ തുടങ്ങിയോ? അത് ശരി, ഞാനിവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാം ഗൈസ്. ഞാൻ തുടങ്ങി. നമുക്ക് ഇൻസ്റ്റാമാർട്ടും ബ്ലിങ്കിറ്റും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് പോകാനേ പാടില്ല. ഗൈസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞാൻ നോക്കുന്ന ഒന്നും ബഡ്ജറ്റുള്ള സാധനങ്ങളല്ല. ഇതൊക്കെ റെഡിൽ ഇത് നല്ല ഓപ്ഷൻ ആയിരുന്നു, പക്ഷെ ഇത്രയായി പോയി. ഇതാവുമ്പോൾ മൊത്തത്തിൽ ബഡ്ജറ്റ് ഒപ്പിക്കാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലാക്കി വെക്കാം. ഇത് ഗൈസ്, റെഡിൽ എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കാർട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഞാൻ ആദ്യം പർപ്പിൾ കളറാട്ടോ നോക്കിയത്. അതിൽ നോക്കിയപ്പോൾ ഈ ഒരു സാധനം കണ്ട് അതെനിക്ക് ഇഷ്ടമായി. ഞാനിവിടെ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാട്ടോ. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതുണ്ടോ? നല്ല രസമല്ലേ ഇത് കാണാൻ? ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ കാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഏതാന്ന് ഫൈനലൈസ് ചെയ്യാം. ഗൈസ്, എനിക്ക് ബ്ലൂ കളറിൽ ഇത് കിട്ടി. നല്ല രസം. ഞാൻ എന്തായാലും എല്ലാവർക്കും അത് കിട്ടും, ഓർക്കണം. അതെനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി, ഞാൻ മേടിക്കുന്നു. ഗൈസ്, ഞാൻ റെഡില് ഇത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഗുണമായി ഞാനൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഞാൻ ഉറപ്പിക്കുന്നത്. എന്തായാലും ഞാൻ എല്ലാം ഇങ്ങനെ കാർട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുള്ളൂ കേട്ടോ. ഞാനും അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ കാർട്ടിൽ ഇട്ട് വെക്കും. എന്നിട്ട് പറ്റാത്തത് ഞാൻ റിമൂവ് ചെയ്തിട്ട് പറ്റുന്ന ബഡ്ജറ്റിനുള്ളിലാക്കിയിട്ട് ഞാൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ മേടിക്കാൻ പറ്റൂല. ഗൈസ്, ഞാനിത് അവിടെ ബ്ലാക്കില് ഈ ഒരു സാധനം എവിടെ ഈ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ പിങ്കിൽ ഇതാണ് ഓർഡർ ചെയ്യുന്നത്. ഇതാവുമ്പോ ഇത്രയും റേറ്റ് വരുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും 3 പേരത് എത്തിയിട്ടുണ്ട്. സല്ലു ഓരോരോ ഭാഗങ്ങളായി ഒളിപ്പിച്ചു വെച്ചാണ്. ഞങ്ങളിലേക്ക് അത് കൈമാറണം. കാക്ക മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ എന്താന്നുള്ളത്. ഞങ്ങൾ ഓരോ പോലെ വാങ്ങിക്കുന്നോ അതോ വേറെ വേറെയാണ് വാങ്ങിയതൊക്കെ കാക്ക അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കവർ തരും. അത് അങ്ങോട്ട് കൂടെ കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ എല്ലാരും കണ്ണടച്ച് ഓരോരുത്തർക്കായിട്ട് തരാം. അഞ്ചു കണ്ണുറങ്ങാം. അത് മാറ്റി വെക്കണം, അങ്ങോട്ട് കൂടെ കാണാൻ പാടില്ല. ഫുള്ളുണ്ട്, സൈഡിലോട്ട് വെക്ക്. ഷാമി കണ്ണുറങ്ങാം. അങ്ങോട്ട് കൂടെ കാണാൻ പാടില്ലേ.
എന്താ അത്? അതാ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് കാണാൻ ഓക്കെ നിങ്ങൾ ആരും താഴോട്ട് നോക്കരുത് കേട്ടോ. ഇല്ല. നീ നോക്കാൻ പാടില്ല. ഞാൻ ടേബിളിനുള്ളിലോട്ട് അയ്യോ ഞാനും ഞാൻ എന്റെ മുന്നിൽ അഞ്ച് അപ്പുറത്തെ സൈഡിൽ വെച്ചോ, അങ്ങോട്ട് ആരും കാണില്ലല്ലോ. ശ്രീ കണ്ടോ ഇതപ്പുറത്തെ ഇരിക്കണേ. ഓക്കെ. ഓ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളിന്ന് ഞാൻ നോക്കാം. ഇല്ലല്ലേ? ഓക്കെ ഓക്കെ റെഡി കണ്ടിറക്കട്ടെ. റെഡി കണ്ടോ? ഓക്കെ റെഡി. ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ് വാങ്ങിയിട്ടുള്ളത്. ഞാന് എനിക്ക് ഇഷ്ടമുള്ള എന്താ പറയാ ആ ഒരു രീതിയിലുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ശ്രീ ഓർഡർ ചെയ്യുന്ന സമയത്ത് ശ്രീ ഭയങ്കര കുറച്ചും കൂടി എക്സൈറ്റഡ്. ഓ ഞാൻ വാങ്ങുന്ന സാധനം സൂപ്പറാന്നൊക്കെ പറഞ്ഞാ വാങ്ങിയത്. അതെ. കണ്ടാലേ അറിയുള്ളൂ. ഓക്കെ അപ്പൊ നമുക്കൊരു ഇത് സംഭവം എങ്ങനെയാന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു ഓർഡറിൽ ഞാൻ ഷാമിക്ക്, ഷാമി 5ക്ക്, 5 എനിക്ക്, അതല്ലെങ്കിൽ 5 ഷാമിക്ക്, ഷാമി എനിക്ക്, ഞാൻ 5ക്ക്, ഈ ഏതെങ്കിലും ഒരു ഓർഡറിൽ നമുക്ക് കൊടുക്കാം. ഇതിലേതെങ്കിലും തൊട്. ഒരു മിനിറ്റ്. ശ്രീ അവിടെ നിങ്ങോട്ട്, ഞാൻ അവിടെ നിങ്ങോട്ട്. സാധാരണ ഇവിടുന്ന് ഇങ്ങോട്ടാണ് തുടങ്ങല്. ഒരു മിനിറ്റ്. 2 ഓപ്ഷൻസിൽ ഒന്ന് ശ്രീ അവിടെ നിങ്ങോട്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ അവിടെ അങ്ങോട്ട്, ശ്രീ അവിടെ നിങ്ങോട്ട്. ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കളർ ചൂസ് ചെയ്യാം. ഏതാ വേണ്ടത്? ബ്ലൂ. ബ്ലൂ. ഓക്കെ നല്ല സാധനം കിട്ടില്ല സാധനം. ഓക്കെ എല്ലാരും ഒരുമിച്ചല്ലേ? ഓക്കെ കയ്യ കിട്ടിയാ പറയും. ഇതെങ്ങനെ ഞാൻ ഇഷ്ടമായിട്ട് സല്ല് വാങ്ങിയത്? ഇവിടെ ബ്ലിങ്കിറ്റ് നല്ലേ. മറ്റേതിന്റെ പേരെന്തേനു? ഡബിൾ സൈഡഡ് കീ ചെയിൻ. ഡബിൾ സൈഡ് കീ ചെയിൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലിങ്കിറ്റ് തപ്പിയ സമയത്ത് ഇത് കണ്ട്. ഇത് ഞാൻ ഇത് ഞാൻ ബ്ലൂ കിട്ടൂല, അണക്കും കിട്ടൂല, രണ്ടാക്കും കിട്ടൂല. കമ്പനിക്ക് എടുത്തു. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഞാൻ ഇവർക്ക് പൊടി തട്ടാൻ വേണ്ടിട്ട് ഞാൻ റൂമിലെ ജനലിന്റെ മുകളിലൊക്കെ ഇത് സോഫ്റ്റ് അല്ല, അപ്പൊ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ 5 ഓർഡർ ചെയ്തത് ഇൻസ്റ്റാമാർട്ട്, ഷാമി ഓർഡർ ചെയ്തത് ബ്ലിങ്കിറ്റ്. അത് ഞാൻ ബ്ലൂ വല്ലാതെ എന്താ അടിച്ചേ? ഞാൻ ബ്ലൂ കളർ ഞാനും ബ്ലൂ കളർ അടിച്ചു ഫസ്റ്റ് ഒന്ന് അത്. അപ്പൊ ഞാൻ അത് കണ്ട സമയത്ത് തോന്നി നല്ല യൂസ്ഫുൾ സാധനമാണല്ലോ. അതെ അതന്നെ ഞാൻ വിചാരിച്ചു. അത് പിന്നെ നല്ലൊരു ബ്ലൂ, നല്ലൊരു എടുത്ത് കാണിക്കുന്ന ബ്ലൂ. എനിക്ക് മാത്രമാണ് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത്. അത് നല്ല സാധനമായിരുന്നു. ഇല്ല എനിക്ക് സന്തോഷമാണ്, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഓർക്കും കൂടെ കിട്ടുന്ന സന്തോഷമായ ഒരു മുഖമേ ഉള്ളൂ. ഇതിനൊരു മുഖമേ ഉള്ളൂ. നല്ല രസമുണ്ട്. പക്ഷെ എന്റെ അലമാരന്റെ മുകളിലൊക്കെ അൽമാരന്റെ മുകളിൽ ആ നീല ചെയറിന് വെച്ചാ, പിന്നെ പെഗ്ബോർഡിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. നല്ല രസമുണ്ട്. അടുത്ത ഏത് കളറ്? ഞാൻ പറയാം പിങ്ക്. പിങ്ക് ഞാൻ തന്നെ ആലോചിക്കുന്നു ഇതെന്താ നമ്മൾ ഒരുപോലെ അർത്ഥം പറയുന്നത്. വലിയ കവറൊക്കെ വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ എടുക്കുമ്പോ ശരിക്കും നല്ല രസമുണ്ട്. പിങ്കിൽ ഓർഡർ ചെയ്ത് കിട്ടി. ഞാൻ അടുത്തതല്ലേ. ഞാൻ എടുക്കരുത് എനിക്ക് കുറച്ച് സമയം വേണം. ഓ വലുത് എന്തോ ആന്ന് തോന്നുന്നു. ഓക്കെ ഞങ്ങൾ തലയിലേക്ക് കേട്ടോ. ഓക്കെ തലയിലേക്ക് ഇടേ. നോക്കല്ലേ നോക്കല്ലേ. Okay. 3, 2, 1, go. എനിക്ക് കിട്ടിയത് പിങ്ക് കാൻഡില്. ഇത് പിങ്ക് ബ്ലൂ ആക്കണോ ഷാബി? അത് പിങ്ക് അല്ല പിങ്ക് ആയിട്ട് എടുക്കണോ ബ്ലൂ ആയിട്ട് എടുക്കണോ? ഇരിക്കുന്ന ക്രഞ്ചി ക്രീം വേഫേഴ്സ് ആണ് ഗൈസ് കിട്ടിയത്. സ്ട്രോബെറി നല്ല ഭംഗിയുള്ള ഡബിൾ സൈഡഡ് പിങ്കും ബ്ലൂ ഉണ്ട് കേട്ടോ. അപ്പൊ ബ്ലൂ അല്ല നേരത്തെ ബ്ലൂ ഇട്ടാ തന്നെ വിഷമത്തിൽ തീർന്നോന്ന്. രണ്ടും കൂടി ഉണ്ടല്ലോ. എന്തായാലും പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പിങ്ക് ഉദ്ദേശിച്ച് വാങ്ങിയതാട്ടോ. ബ്ലൂന് മറ്റേ ആ ഡസ്റ്റിന്റെ ബ്രൂമും വാങ്ങിച്ചു, പിങ്കിന് ഇതും വാങ്ങിച്ചു. നല്ല രസമുണ്ട്. നല്ല സ്മെല്ല് ഉണ്ടാവും.
സെന്റഡ് ക്യാൻഡിൽസ് എനിക്ക് എനിക്ക് സ്ട്രോബെറി വേഫേഴ്സ് ആണ് സൈസ് ഡിഫറൻസ്. ടൈനി. ഇതില്ല എനിക്ക് നല്ല വില കുറവിന് കിട്ടിയതാ ഇത്ര വലുപ്പമുള്ള സാധനം. നല്ല ഇത് ആരെടുത്തോണ്ട് ഇത് നമ്മള് ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഹാപ്പി ആയിരിക്കുമ്പോ പിങ്ക് വെക്കാം, ദേഷ്യം വരുക സങ്കടമൊക്കെ വരുന്ന സമയത്ത് ബ്ലൂ ആക്കി വെക്കാം. പക്ഷെ ഷാം പിങ്ക് തന്നോണ്ട് ഞാൻ പിങ്കിൽ വെക്കുന്നു. നല്ല സ്മെല്ലുണ്ട്. ഇപ്പൊ പിങ്ക് പോയി ബ്ലൂ പോയി ഇനി അടുത്ത കളർ യെല്ലോ. കണ്ണടക്കണം. ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് തലയിടുക. ഇത് കുറച്ച് വലിയ സാധനം. എല്ലാവർക്കും വലിയ സാധനങ്ങളോ? ഇന്റത് വലിയ സാധനമാണേ. ഇങ്ങോട്ട് നോക്കല്ലേ? ഇങ്ങോട്ട് നോക്കരുത്. നോക്കൂല. ഓക്കെ റെഡി. 3 2 1 ഗോ. യെല്ലോ കളറിൽ നേന്ത്രപ്പഴം നല്ല രസം. എനിക്ക് കിട്ടിയ സാധനം കൈ നിറയെ ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഇത് ഞാൻ കണ്ടിരുന്നു. പിങ്കോ യെല്ലോ യൂണിഫോം എന്തൊരു ഭംഗിയാ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണാം. അതിനോട് പറ ഷാമിയാരുടെ വേഫേഴ്സ് ഒന്ന് കാണിച്ചു പോലെ നേന്ത്രപ്പഴം വീട്ടിൽ പോയി ഞാൻ കഴിച്ചോ. വീട്ടിൽ പോയിട്ട് ഡിന്നർ 500 ഗ്രാമാണ് ഞാൻ വാങ്ങിയത്. അറിയോ അത് പഴുത്ത നേന്ത്രപ്പഴം ഒരു കൊണ്ടുവരണം ഞാൻ വിചാരിച്ചിരിക്കുന്നു. പച്ചയെ കഴിഞ്ഞ് എനിക്ക് ഒരു സിംഗിൾ ബാഗ് ഇല്ല. എനിക്ക് 4 എണ്ണുള്ള 4 പാക്ക് ഉള്ള മാഗിയാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. താങ്ക് യു. അടുത്തത് എന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. അല്ല പർപ്പിൾ ഞാൻ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ചത്. ഈ വർത്താനം കേട്ടിട്ട് ഇന്റേതും അഞ്ചിന്റെ ഒരുപോലെ തോന്നണം എനിക്ക്. കിട്ടൂല. അഞ്ചിക്കും കിട്ടൂല. റെഡി 2 1 ഗോ. എനിക്ക് മൈക്രോ ഫൈബർ ഹെയർ അല്ല അത് രണ്ട് ടൈപ്പ് അല്ലേ, അതുകൊണ്ട് അല്ല അത് പൊളിച്ചു നോക്കണം. അതിന്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ. ഇതില്ലേ ഇത് പച്ചക്കളർ അതിന്റെ ഉള്ളില് പെട്ടി മാത്രമേ പർപ്പിളുള്ളൂ, അതുകൊണ്ട് എടുക്കാം. അപ്പൊ ഓക്കെ കുഴപ്പമില്ല. എനിക്കിഷ്ടമായി. എനിക്ക് പർപ്പിൾ ഞാൻ കിട്ടൂല എന്നുള്ള ഒരു ബേജാറിലായി പോയി. മക്കളൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളില് ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കാം. നല്ല രസമുണ്ട്. ഇത് ആ പാക്കിൽ വരേണ്ടതായിരുന്നു. അതെ അതെ പാക്ക് മാറിപ്പോയി. പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടോ. നല്ല രസം. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടമായി. സെയിമാ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഞാൻ ഇത് പേർപ്പിളാന്ന് വെച്ച് ഓർഡർ ചെയ്താ. അല്ല ബോക്സിൽ തന്നെ വെക്കാം. അപ്പൊ പർപ്പിൾ ആയില്ലേ. അല്ല അനക്കെന്താ കിട്ടിയത്? എനിക്ക് കിട്ടിയ ഡോറിറ്റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാക്കി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം. താങ്ക് യു. ഓക്കെ ഇനി അടുത്തത് അടുത്തത് കളറ് അടുത്തത് റെഡ്. ഒറ്റ റെഡും എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഇത് ഈ റെഡ് എനിക്ക് തോന്നുന്നത് ശ്രീക്കാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അഞ്ചിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞു. ഞാൻ യൂസ് ചെയ്യുന്നോളാം. പേടിച്ചെന്താ. റെഡി 3 2 1 ഗോ. ചായപ്പൊടി റെഡ് ക്യാൻഡിൽ ഹാർട്ട് ഷേപ്പ്. ചായ കുടിക്കാതെ എനിക്ക് എന്തിന് ചായപ്പൊടി? ലിപ്പാമ്. റെഡ് ലിപ്പാമ് ചായ കുടിക്കാതെ എനിക്കത് എനിക്കറിയില്ലല്ലോ അഞ്ചിക്കാന്ന്. ചിലപ്പോ ഇങ്ങനെ പോകുമ്പോ ശ്രീക്കും കിട്ടാൻ വിചാരിച്ചു. ചായപ്പൊടി എനിക്ക് പഴം ചായപ്പൊടി ചമ്മലൊക്കെ പഴം ചായപ്പൊടിക്കാ കിട്ടുന്നത്. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാ വാങ്ങിയത്. ദൈനംദിന ജീവിതത്തിൽ ഇത്രയും ഉപകാരമുള്ള ഇത് ഞാൻ തുറന്നു നോക്കട്ടെ. അതിന്റെ ഉള്ളില് റെഡാ. ഇതിന്റെ ഉള്ളിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കേസ്. നല്ല അടിപൊളി ലിബാമ. ഇങ്ങനെ തന്നെ അടിച്ചോണ്ടില്ലേ. ഇങ്ങനെ എന്താ വരാത്തെ? അതും റെഡ്. ഇത് റെഡ് ഫുള്ള് റെഡാ.
ഞാൻ ഈ റെഡ് ഹാർട്ട് ഷേപ്പിലുള്ള ഞാൻ ഉപയോഗം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ രണ്ടാക്കാണെങ്കിലും ഉപയോഗമുള്ള സാധനം. നല്ല കാൻഡിൽസ്, നല്ല രസമുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഒരു ലോഡ് കാൻഡിൽ ഉണ്ട്. നല്ല രസമുണ്ട്. വാലന്റൈൻസ് ഡേ ആവാനായതാ ഗൈസ്. അതുകൊണ്ട് വന്നേക്കിതായി. ശരിയല്ലേ? താങ്ക് യു. ഇതുവരെ കിട്ടിയ എല്ലാ സാധനങ്ങളും അടിപൊളി സാധനങ്ങളാണ്. നേന്ത്രപ്പഴം ചായപ്പൊടിയൊക്കെ കൊള്ളാം. ചായപ്പൊടി ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി. കട്ടൻ ചായ കുടിക്കൂലേ? എന്നിട്ട് അതിന്റെ കൂടെ മഴ കൂട്ടി തന്നത്. കുളിച്ച് കഴിഞ്ഞാല് തലയില് തോർത്താ ദേഷ്യം ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിടക്കാൻ പോകുന്നു. കിടക്കാൻ പോകുമ്പോ 5 ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ അടുത്ത് വെക്കാം. കുളിക്കുക, തോർത്തിടുക, എന്നിട്ടൊരു പഴവും പിന്നെ ചായയും കൂടി ആക്കിയിട്ട് കിടക്കാൻ പോകുമ്പോ നല്ല സന്തോഷത്തോട് കുടിക്കണം. ഞാൻ പറഞ്ഞതല്ല, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള സാധനം പറഞ്ഞത്. ഒരു ചായ ഇട്ട് കുടിക്കുക, അതിന്റെ കൂടെ നേന്ത്രപ്പഴവും തിന്നുക, എന്നിട്ട് ആ തുണി എടുത്ത് മുഖം തുടയ്ക്കുക, എന്നിട്ട് ആ സാധനത്തിന് എടുത്ത് വെച്ച് കണ്ടു. രണ്ടും കണക്കല്ലേ, ഒക്കെ സെയിം തന്നെ. അടുത്ത കളർ സെലക്ട് ചെയ്യാം. വൈറ്റിന് ക്ഷാമം പഞ്ചാരക്ക് കൊണ്ടുവരാം. അതൊക്കെ ഒരു പ്രതീക്ഷയില്ല. അതൊന്നല്ല ഞാൻ കൊണ്ടുവരാം. ഓക്കെ ഇവക്ക് ഇപ്പൊ ഇങ്ങനെ വരുന്നോണ്ടുള്ള ബുദ്ധിമുട്ടല്ല. സ്ത്രീന്റെ നല്ല സാധനം സ്ത്രീക്ക് കിട്ടിയ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ സാധനങ്ങളൊക്കെ. ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ. ഓക്കെ 3, 2, 1 go. എങ്ങനെയുണ്ട്? രണ്ടാള് പാല് കൊണ്ടുവച്ച കമ്പനി എടുത്തോ? 2 പാക്കറ്റ് പാല് കോഫി കേക്ക് വൈറ്റ് പാക്കറ്റ്. എവിടുത്തെ തപ്പി പിടിക്കുന്നത്? ഞാൻ കൊറേ നേരം തപ്പി പിടിച്ചതൊക്കെ ആയിരുന്നു. അയ്യോ, ഞാനൊന്നും കണ്ടില്ലല്ലോ. കോഫി കേക്ക് 0 പാം ഓയിൽ 0. ഷാമിക്ക് ലോട്ടറി വെച്ച് എന്തൊക്കെ സാധനങ്ങളാ കിട്ടിയത്. എനിക്ക് തന്നാ അതിനോട് ഇനി വേണ്ടേ. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നല്ല സാധനമല്ല അത്. ഫസ്റ്റത്തെ ടോയ് അതാ തലയിൽ കിട്ടുന്ന സാധനം, മൈക്രോ ഫൈബർ ഹെയർ റാപ്പ്. അത് 5ക്ക് ആവശ്യമുള്ള സാധനം. അപ്പൊ പറയാൻ ടെലിപ്പതി വെച്ചിട്ട് ഇപ്പൊ 2 or 3 മാർക്ക് ഇപ്പൊ സ്കോർ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അതെ അതെ. എനിക്ക് നല്ല അടിപൊളി കോഫി കേക്ക് ആണ് ഗൈസ്. കോഫി ബൈറ്റിന്റെ സ്മെല്ല്. നല്ല കോഫി സ്മെല്ലുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ. റെഡി? നമ്മളിപ്പോ യെല്ലോ എടുത്തു, പർപ്പിൾ എടുത്തു, പിങ്ക് എടുത്തു, റെഡ് എടുത്തു, വൈറ്റ് എടുത്തു, ബ്ലൂ എടുത്തു. ഇനി വൈറ്റ് ബ്ലാക്ക്. ഓക്കെ 3, 2, 1 ഗോ. എടുത്തോ, കമ്പനി എടുത്തോ. സ്ത്രീക്ക് കിട്ടുന്ന സാധനം നോക്ക്. നല്ലൊരു കപ്പ്, ബ്ലാക്ക് കപ്പ്. എനിക്ക് ഇഷ്ടമായി. ഞാനും കപ്പ് നോക്കിണ്ടേനു, പക്ഷെ എനിക്ക് കപ്പൊന്നും കിട്ടിയില്ല. അതിന് പകരം പേസ്റ്റ് മേടിച്ചു വെച്ചു. അതിനോട് ഒരു മൂവാനായില്ലേ. അല്ല, പക്ഷെ ഒരേ ബ്രാൻഡ് ഒരേ ഗ്രാം ഒക്കെ കറക്റ്റ് തന്നെ. ഫുള്ള് കറക്റ്റ് ആയിട്ട് വന്നു. എത്ര എണ്ണം അറിയാം എനിക്ക് മിസ്സായത്. ഇപ്പൊ 1, 2, 3, 4 എണ്ണം കിട്ടിയുള്ളൂ. ബാക്കി 3 എണ്ണം പോയി. രാവിലെ പല്ല് തേക്കേണ്ട സാധനമാണ്. എനിക്ക് 5 എണ്ണം കിട്ടി. എനിക്ക് 1, 2, 3, 4, 5 6 2 3 4 5 6 1 മാത്രം മിസ്സായിട്ടുള്ളൂ. 6 എനിക്കാണ് എല്ലാ നഷ്ടങ്ങളും. കിട്ടിയത് മൊത്തം പലചരക്ക്. കിട്ടാത്ത 2 എണ്ണം മാത്രം എന്താ പറയാ, ഈ ടവലും ഇത് മാത്രമാണ് കുറച്ച് ഫാൻസി ആയിട്ടുള്ള. ഈ നേന്ത്രപ്പഴം ചായപ്പൊടി പിന്നെ ബാക്കിയുള്ളത് മൊത്തം ഇവര് ഓരോരുത്തര് സെയിം ആക്കിയിട്ട് 3 എണ്ണം എനിക്ക് പോയി. ഒന്ന് പാലിന്റെ രൂപത്തിൽ പോയി, പിന്നെ ഒന്ന് വേറെ ഏത് രൂപത്തിലാ ചാപ്പി പോയത്? പാലിന്റെ ഡസ്റ്റിന്റെ ആ സാധനം വെച്ച് പോയി. പിന്നെ ഓർമ്മയില്ല. പേസ്റ്റിന്റെ രൂപത്തിൽ പോയി. എത്രയും 3 എണ്ണം പോയി കിട്ടിയത്. ഇവിടെ സൈഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂവില് നല്ല ഭംഗിയുള്ള കീച്ചെയിന്, വൈറ്റിന് നല്ല കോഫി കേക്ക്, റെഡിന് നല്ല കാൻഡില്, പർപ്പിളില് ഡൊറിറ്റോസ്, പിങ്കില് മറ്റേ വേഫർ, പിന്നെ യെല്ലോയില് നല്ല അടിപൊളി യൂണിക്കോണ്. അതിനാരാ സെല്ലു ഇത് തൊടിയെന്ന് പറഞ്ഞ കാണിച്ച 5 അല്ലേ? 5 ആദ്യം സെലക്ട് ചെയ്യേണ്ടതിന് ഇങ്ങനെ പോണെന്ന് ഞാൻ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഓനെ അത് പോയി പിടിച്ചത്. അത് ഓന്റെ അടുത്തുള്ള പ്രശ്നമാണ്. ഇയാളെ ഉത്തരവാദി. ഓക്കെ, ഓരോ കളറിൽ നോക്കാം. എനിക്ക് ബ്ലാക്ക് കളറിൽ ഒരു സാധനം കിട്ടി. നിങ്ങൾക്ക് അറിയാൻ കിട്ടിയോ? ഇല്ല.
യെല്ലോയില് മാഗി കിട്ടി, എനിക്ക് യൂണിക്കോൺ കിട്ടി, നേന്ത്രപ്പഴം കിട്ടി, റെഡിൽ എനിക്ക് മറ്റേ ലിബാം കിട്ടി, എനിക്ക് കാൻഡിൽസ് കിട്ടി, നല്ല കാൻഡിൽസ്. എനിക്ക് ചായപ്പൊടി കിട്ടി. ചായ കുടിക്കുന്നില്ലേ അവിടെ? എനിക്ക് പിങ്കില് കാൻഡിൽ കിട്ടി, എനിക്ക് പിന്നില് വേഫേഴ്സ് പിന്നില് വേഫേഴ്സ് കിട്ടി. എനിക്ക് ഈ എന്താ പറയാ ഡബിൾ സൈഡ് ഫേസ് ഇല്ലേ അത് കിട്ടി. പിന്നെ പേർപ്പിൾ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ടർക്കി കിട്ടി. എനിക്ക് പർപ്പിളില് ബോക്സ് പർപ്പിളും പച്ച കളർ ഇട്ടോ. അത് പെട്ടെന്നൊരു കുഴപ്പമാണ്. ഞാൻ ഓർഡർ ചെയ്തത് പേർപ്പിൾ സാധനം. അതെ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് അത് ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി സാധനം. എനിക്ക് പർപ്പിളില് ഡോറിറ്റോസ് പറയും. എനിക്ക് പേർപ്പിളിൽ ഡോറിറ്റോസ് കിട്ടി. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു ഷാമിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ബ്ലൂ എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയാലല്ലേ എന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റിയ സാധനം. സോറി ബ്ലൂല് എനിക്ക് കിട്ടിയത് ഇതേപോലെ തന്നെ ആ ഒരു സാധനം ഒക്ടോബസ് അല്ലേ ഇത്, ആ സാധനം. പിന്നെ വൈറ്റ് അതും ഞങ്ങൾക്കില്ല. ഓക്കെ, എനിക്ക് കിട്ടിയത് കോഫി കേക്ക്. വേറെ കഴിയത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ പോകുന്നത് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് വീട്ടില്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. നല്ല രസമുള്ള ഒരു ഗെയിം ആയിരുന്നു ഗൈസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. 12 കളർ വെക്കാം. അപ്പൊ കുറച്ചും കൂടി സാധനം സല്ലൊരു 4000 രൂപ തന്നാ മതി. അല്ല പിന്നെ വേറെ കാര്യം, ഈ വെച്ച കളേഴ്സ് വേണ്ട. വെറൈറ്റി കട ഇതിൽ ഏതെങ്കിലും 2-3 കളേഴ്സ് എടുക്കാം. ബാക്കി നമുക്ക് വെറൈറ്റി കളേഴ്സ് ഫുള്ള് വെറൈറ്റി കളേഴ്സ് പിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. 2 വെറൈറ്റി കളർ പറഞ്ഞു. ബ്രൗൺ ഗ്രീൻ നല്ല വെറൈറ്റി ബ്രൗൺ ഗ്രീൻ കളർ നല്ല ഉദ്ദേശിച്ചത് റാണി പിങ്ക് അങ്ങനെയൊക്കെ നോക്കാം. ഒന്ന് പോയി നോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ ഈ ദയനീയ അവസ്ഥയെ പറ്റി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തൂ. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. This is ശ്രീലക്ഷ്മി, This is Shavya. This is Sanjita. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പഴുത്ത പഴം തന്നെ വരണേ, നീ മഞ്ഞ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കില്ലേ? അതെ, പക്ഷെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയില്ലേ? അതെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് കളക്ട് ആയി പോയി.